लड़े फिर खिलौनों के लिए, तू जीते मैं हार जाऊं। आजा करें फिर वही शरारतें, तू भागे मैं मार खाऊं। मीठी सी वो गाली तेरी सुनने। നമസ്കാരം. നമ്മളിന്ന് ഉദയപ്രകാശ് എഴുതിയ അപരാധ് എന്ന കഹാനി ആണ് ചർച്ച ചെയ്യുന്നത്. ഇത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവത്തിന്റെ ഒരു കഥാരൂപത്തിലുള്ള ഒരു അവതരണമാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഉദയപ്രകാശിനെ കുറിച്ച് പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളൊന്ന് നോക്കാം. അദ്ദേഹത്തിന്റെ ജനനം 1952 ജനുവരി 1 തീയതി മധ്യപ്രദേശിലെ ഷാഹ്ഡോൾ ജില്ലയിലാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രമുഖമായ രചനകൾ, കവിതാ സംഗ്രഹങ്ങളുടെ പേരുകൾ सुनो कारीगर, अबूतर कबूतर, रात में हारमोनियम, एक भाषा हुआ करती है, कवि ने कहा, ने कहानी संग्रह, दरियाई घोड़ा, तिरछ और अंत में प्रार्थना, पोल गोमरा का स्कूटर, पीली छतरी वाली लड़की, മോഹൻദാസ്, മാംഗോസിൻ തുടങ്ങിയവയാണ് അദ്ദേഹത്തിന്റെ കഥാസംഗ്രഹങ്ങൾ. കൂടാതെ അദ്ദേഹത്തിന് നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാർ, ഭാരത് ഭൂഷൺ അഗ്രവാൾ പുരസ്കാർ, മുക്തിബോധ് സമ്മാൻ. പിന്നെ അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ उत्तराधुनिक समय को संप्रेषित करने की क्षमता, कविताओं और कहानियों को राष्ट्रीय एवं अंतर्राष्ट्रीय पहचान. അതുപോലെ തന്നെ അദ്ദേഹം ജവഹർലാൽ നെഹ്റു വിശ്വവിദ്യാലയമേ അധ്യാപക. ഇനി ഈ കഥയെപ്പറ്റി നോക്കിയാൽ, जीवन में घटित होने वाली साधारण घटना भी उनके लिए कहानी है, क्योंकि कहानी जीवन से जुड़ी है. अपराध घटित घटना से उत्पन्न पश्चाताप का लेखा जोखा है. അപ്പോ കഥകൾ എന്ന് പറയുന്നത് തന്നെ ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കും. കഥകൾ ജീവിതത്തിൽ ഉണ്ടാവുന്ന അനുഭവങ്ങളെ ആധാരമാക്കിയാണ് കഥാകാരന്മാര് കഥകൾ എഴുതുക. അതിലെ ചില ഭാവനയുടെയും ഒക്കെ അംശം ചിലപ്പോൾ അതിൽ കൂട്ടിച്ചേർക്കപ്പെടാം. എങ്കിൽ കൂടി ഇതിന്റെയൊക്കെ ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് എപ്പോഴും ജീവിതം തന്നെയാണ്. ഈ അപരാധ് എന്ന ഈ ഉദയപ്രകാശിന്റെ ഈ കഹാനിയും ഇതുപോലെ തന്നെ ജീവിതഗന്ധിയായിട്ടുള്ള, ജീവിതത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു കഥയാണ്. അത് എല്ലാവരുടെയും പലപ്പോഴും ജീവിതത്തിൽ കുട്ടിക്കാലഘട്ടത്തിലൊക്കെ മനസ്സിൽ ഉണ്ടാകുന്ന അനുഭവങ്ങളൊക്കെ തന്നെയാണ് ഈ കഥയുടെയും അടിസ്ഥാനം. അപ്പോൾ ഈ കഥയുടെ പേര്, കഹാനിയുടെ പേര് അപരാധ് എന്നാണ്. അപരാധ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മലയാളത്തിൽ തന്നെ അതിന്റെ അർത്ഥം, മലയാളത്തിൽ നാം ഉദ്ദേശിക്കുന്ന അർത്ഥം തന്നെയാണ് അപരാധം. ഒരു തെറ്റായിട്ടൊരു കാര്യം, നമ്മൾ ചെയ്ത കാര്യം തെറ്റെന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ അത് നമുക്ക് തിരുത്താനായിട്ട് ചിലപ്പോൾ നമ്മുടെ ഈഗോ അല്ലെങ്കിൽ സമ്മതിക്കില്ല. വർഷങ്ങൾക്ക് ശേഷമായിരിക്കും നാം ഒരുപക്ഷെ അത് തിരുത്താനുള്ള അല്ലെങ്കിൽ അത് അംഗീകരിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകുന്നത്. അപ്പോൾ ആരാണോ ആ വ്യക്തി ചിലപ്പോൾ ഉണ്ടാകണമെന്നില്ല,
അങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഇതാണ് ഈ കഥ. അപ്പൊ നമുക്ക് നേരെ കഥയിലേക്ക് വരാം. मेरे भाई मुझसे 6 साल बड़े थे. आश्चर्य था कि पूरे गांव में सभी लड़के मुझसे 6 वर्ष बड़े थे. मैं इसलिए सबसे छोटा था और अकेला था. सब खेलते तो उनके पीछे मैं लग जाता. അപ്പോ എന്റെ ഭായി അല്ലെ ചേട്ടൻ എന്നെക്കാളും 6 വയസ്സിന് മൂത്തയാളാണ്. വലിയ അത്ഭുതം എന്ന് പറയട്ടെ, ആ ഗ്രാമത്തിലുണ്ടായിരുന്ന എല്ലാവരും തന്നെ എന്നേക്കാൾ പ്രായം കൂടിയവരെ, അതായത് അദ്ദേഹത്തിന്റെ സമപ്രായക്കാരായിട്ടുള്ള ആളുകൾ, കുട്ടികള് ഇല്ലായിരുന്നു. മേ ഇസ്ലിയെ സബ്സെ ചോട്ടാ താ ഓർ അകേലാ താ. അതുകൊണ്ട് ഞാൻ എപ്പോഴും ചെറിയ കുട്ടിയായിരുന്നു. അതുകൊണ്ട് എപ്പോഴും തനിച്ചായിരുന്നു. മുതിർന്നവരുടെ കൂടെ പലപ്പോഴും എന്നെ ഒരു കുട്ടിയായിട്ടാണ് കണക്കാക്കുന്നത്. സബ് ഖേൽത്തെ തോ ഉൻകെ പീച്ചെ മേ ലഗ് ജാതാ. അപ്പം അവര് മുതിർന്നവര് കൂട്ടുകാര് ചേട്ടന്മാരുടെ കൂടെ കളിക്കുമ്പോൾ ഞാൻ അവരുടെ പുറകെ നടക്കുമായി. മേരെ ഭായി ബച്പൻ സെ അപാഹിജ് थे. എന്റെ സഹോദരൻ കുട്ടിക്കാലം മുതൽ തന്നെ ഒരു വികലാംഗനായി, അപാഹിജ്. ഉൻകെ ഏക് പൈർ കോ പോളിയോ ഹോ ഗയാ था. അദ്ദേഹത്തിന്റെ ഒരു കാലിന് പോളിയോ ബാധിച്ചു. लेकिन वे बहुत सुंदर थे, देवताओं की तरह. എങ്കിലും അദ്ദേഹം വളരെ സുന്ദരനായിരുന്നു, ഒരു ദേവതയെ പോലെ അല്ലെ ദേവന്മാരെ പോലെ അത്ര മനോഹരമായിരുന്നു. വേ ആസ്പാസ് കെ കൈ ഗാവോമേയും സബ്സെ അച്ഛേ തൈറാക് थे. തന്റെ ഗ്രാമത്തിലെയും അടുത്ത ഗ്രാമപ്രദേശങ്ങളിലെയും ഒക്കെ വെച്ച് ഏറ്റവും മികച്ച ഒരു നീന്തൽക്കാരനായിരുന്നു എന്റെ ചേട്ടൻ. उनके हाथों के पंजों की लड़ाई में कोई नहीं हरा सकता था. അപ്പം അദ്ദേഹത്തിന്റെ കാലുകൾക്കാണ് പോളിയോ ബാധിച്ചെങ്കിൽ അപ്പൊ അതിന്റെയും കൂടെ കരുത്ത് അദ്ദേഹത്തിന്റെ കൈകളിലുണ്ടായിരുന്നു എന്നതാണ്. അതായത് പഞ്ചഗുസ്തിയില് അദ്ദേഹത്തെ ആർക്കും ഗ്രാമത്തിൽ തോൽപ്പിക്കാൻ കഴിയില്ലായിരുന്നു. കൂസെ നാരിയലോ റീൻഠേൻ തോട് തേറ്റേറ്റി. മുഷ്ടി ഉപയോഗിച്ച് അല്ല കൈകൾ ഉപയോഗിച്ച് തന്നെ തേങ്ങ പൊതിക്കാനും അതുപോലെ തന്നെ ഇഷ്ടികയൊക്കെ പൊട്ടിക്കാനും അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു. ജബ്കി ദുബല പതല ഥാ കംസോർ ഓർ ചിഡ്ചിഡ. അപ്പൊ ഞാൻ വളരെ മെലിഞ്ഞതും അതുപോലെ തന്നെ വളരെ വീക്കായിട്ടുള്ളതും അതുപോലെ തന്നെ മുൻകോപിയും അല്ലെങ്കിൽ പെട്ടെന്ന് പിണങ്ങുന്ന അല്ലെങ്കിൽ തൊട്ടാവാടി സ്വഭാവമായിരുന്നു. मुझे अपने भाई से ईर्ष्या होती थी क्योंकि उनके बहुत सारे दोस्त थे. എനിക്ക് എന്റെ ചേട്ടനോട് പലപ്പോഴും അസൂയ തോന്നുമായിരുന്നു. കാരണം എന്റെ ചേട്ടന് ഒത്തിരി സുഹൃത്തുക്കൾ, കൂട്ടുകാർ, വളരെ സന്തോഷത്തോടെ എപ്പോഴും അദ്ദേഹത്തിന് ചുറ്റും കൂട്ടുകാർ. ഞാനും എപ്പോഴും തനിച്ച്. എനിക്കതുപോലെ കൂട്ടുകാരില്ല, അല്ലെങ്കിൽ എന്നെ ആളുകൾ കൂട്ടുന്നില്ല, എന്റെ പ്രായക്കുറവ് കാരണം. मैं सबसे छोटा था इसलिए मैं भाई के लिए एक उत्तरदायित्व की तरह था. ഞാൻ ഏറ്റവും ചെറുതായതുകൊണ്ട് തന്നെ എന്റെ ചേട്ടനെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ഉത്തരവാദിത്വമായി. വേ മുझसे प्यार करते थे और मेरे प्रति उनका रूख एक संरक्षक की जिम्मेदारी जैसा था. അത് ചേട്ടന് എന്നോട് വലിയ സ്നേഹമായിരുന്നു. അദ്ദേഹത്തിന് എന്നോടുള്ള മനോഭാവം എന്നുള്ളത് ഒരു സംരക്ഷകന്റെ മനോഭാവമായിരുന്നു. തന്റെ ഒരു ഉത്തരവാദിത്വമാണ് എന്ന രീതിയിലാണ്. സബ് ഖേൽത്തെ और मैं छोटा होने के कारण अकेला पड़ जाता तो भाई आकर मेरी मदद करते. എല്ലാ കളികളിലും ഞാൻ ചെറുതായതുകൊണ്ട് മാറ്റി നിർത്തപ്പെടും, അപ്പോൾ അല്ലെങ്കിൽ തനിച്ചാകപ്പെടും. അപ്പോഴൊക്കെ ചേട്ടൻ എന്നെ വന്ന് സഹായിക്കുമായിരുന്നു. जोड़ी और पाली वाली कई खेलों में वे मुझे अपनी पाली में शामिल कर लेते. അപ്പോൾ ജോഡിയായിട്ട് കളിക്കേണ്ട കളികൾ അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് കളിക്കുന്ന കളികളിലൊക്കെ ചേട്ടൻ അദ്ദേഹത്തിന്റെ ഗ്രൂപ്പിൽ എന്നെ കൂട്ടുമായിരുന്നു. कोई दूसरा लड़का अपनी पाली में मुझे शामिल करके हार का खतरा नहीं उठाना चाहता था. കാരണം മറ്റു ഗ്രൂപ്പിലുള്ളവരാരും എന്നെ ചേർക്കില്ല. കാരണം എന്നെ ചേർത്ത് കഴിഞ്ഞാൽ അവർക്ക് പരാജയം ഉണ്ടാവും എന്നുള്ള ഉറപ്പാണ്. അതുകൊണ്ട് അവര് അതിന് തയ്യാറാകുമായിരുന്നില്ല. അക്സർ ഭായി മേരി വജഹ സെ ഹി ഹാർते. മിക്കവാറും കളികളിലൊക്കെ ഞാൻ കാരണമാണ് ചേട്ടൻ
തോറ്റുപോകാറുണ്ട്. ചേട്ടന്റെ ഗ്രൂപ്പ് അല്ലെങ്കിൽ ആ ടീം തോക്കാറുണ്ടായിരുന്നു. फिर भी वे मुझसे कभी कुछ नहीं कहते थे. ഇങ്ങനെയൊക്കെ ആണെങ്കിലും എന്നോട് ഒരിക്കലും ദേഷ്യത്തോടെയോ അല്ലെങ്കിൽ നീരസത്തോടെയോ ഒന്നും ചേട്ടൻ സംസാരിച്ചിട്ടില്ല. मैं उनकी जिम्मेदारी था और वह उसे निभाना चाहता था. ചേട്ടനെ സംബന്ധിച്ചിടത്തോളം ഞാൻ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വമാണ്. അദ്ദേഹം അത് പൂർണ്ണമായി നിർവഹിക്കാൻ തയ്യാറുമായിരുന്നു. जहां तक मुझे याद है उन्होंने कभी मुझे नहीं मारा. എനിക്ക് ഓർമ്മയുള്ളിടത്തോളം ചിന്തിക്കുമ്പോൾ അദ്ദേഹം അല്ലെങ്കിൽ ചേട്ടൻ എന്നെ ഒരിക്കലും അടിച്ചിട്ടേയില്ല. जो कुछ मैं बताने चाह रहा हूं उसका संबंध भाई और मुझसे ही. ഞാൻ എന്താണോ പറയാൻ പോകുന്നത് അത് എന്റെ ചേട്ടനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. यह बहुत महत्वपूर्ण घटना है. ऐसी घटना जो जीवन भर आपका साथ नहीं छोड़ती. ഇത് വളരെ പ്രാധാന്യമുള്ള ഒരു സംഭവമാണ്. അത് നമ്മൾ ഒരാളുടെ അല്ലെങ്കിൽ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും മാറ്റി അല്ലെങ്കിൽ വേർവിട്ട് പോകാത്ത ഒരു സംഭവം. और अक्सर स्मृति में बीच बीच में कहीं अचानक सुलग निकलती. ഇടയ്ക്കിടയ്ക്ക് എന്റെ ഓർമ്മയിൽ അതൊരു തീക്കനൽ പോലെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കത്തിക്കൊണ്ടിരിക്കുന്ന ആ ഓർമ്മ. കിസി അങ്കാരയ്ക്ക് തരം അതൊരു തീക്കനൽ പോലെ ഇടയ്ക്കിടയ്ക്ക് ആ ഓർമ്മകൾ എന്നെ അലട്ടുന്നുണ്ട്. എന്താണ് സംഭവം എന്ന് നോക്കാം. हुआ उस दिन यह कि मैं भाई के साथ खेलने गया. उस दिन बारिश हो चुकी थी. ഒരു ദിവസം ചേട്ടന്റെ കൂടെ ഞാൻ കളിക്കാനായിട്ട് ഇങ്ങനെ പോയി. ആ ദിവസം വലിയ മഴയായിരുന്നു. और शाम की ऐसी धूप फैली हुई थी जो शरीर में उल्लास भरा करती. അപ്പോൾ വൈകുന്നേരമായപ്പോഴേക്കും നല്ല വെയില് ഉണ്ടായി. അപ്പോഴത്തേക്ക് നല്ല ഉത്സാഹവും ആ ചൂടൊക്കെ പോയി നല്ല കളിക്കാനുള്ള നല്ലൊരു അന്തരീക്ഷം. ऐसे में कोई भी खेल बहुत तेज गतिमय और सम्मोहक हो जाता है. അപ്പൊ അങ്ങനെ ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ വന്നപ്പോൾ അങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിൽ ഏത് കളിയാണെങ്കിലും വളരെ ഉത്സാഹത്തോടെ കളിക്കാവുന്ന ഒരു അന്തരീക്ഷം. സഭി ലഡ്കെ ഖഡ്ബൽ ഖേൽ രഹേ थे. എല്ലാ കുട്ടികളും ഖഡ്ബല് കളിക്കുകയാണ്. ഖഡ്ബൽ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ നാട്ടിലെ കുട്ടികോലും എന്ന് പറയുന്ന പോലെയുള്ള ഒരു കളിയാണ് ഖഡ്ബൽ. ലക്കടി की छोटी छोटी ठंडियों हर लड़के के पास थी. അപ്പോ തടിയുടെ അല്ലെ ചെറിയ കോല് എല്ലാ കുട്ടികളുടെയും കയ്യിലുണ്ട്. पूरी ताकत से खटबल को जमीन पर आगे की ओर गति देते हुए सीधे मारा जा रहा है. അപ്പോൾ ഈ ഖഡ്ബല് ഇങ്ങനെ അടിച്ച് വളരെ ശക്തിയായി അടിച്ച് എത്ര ദൂരത്തിലേക്ക് ഇത് അടിച്ച് മാറ്റുന്നു എന്നുള്ളതാണ്. അതാണ് കളി. ताकत और संवेग से नम धरती पर गिरा हुआ खटबल उलाठिया खाते हुए बहुत दूर तक जाता था. അപ്പൊ അതിങ്ങനെ വളരെ ശക്തിയായിട്ട് അടിക്കുമ്പോൾ അത് ഈ നനഞ്ഞ മഴയും പെയ്ത് നനഞ്ഞ ഈ മണ്ണിലൂടെ അത് തെന്നി വളരെ ദൂരെ പോകുമായിരുന്നു. मुझमें न इतनी ताकत थी न मैं इतना बड़ा था कि खटबल उतनी दूर तक पहुंचाता. അപ്പോൾ എനിക്ക് ചേട്ടന്മാരെ മറ്റു കുട്ടികൾ അടിച്ച് അകറ്റുന്ന പോലെ അത്രയും ദൂരത്തിലേക്ക് അടിച്ചും അകറ്റാനുള്ള ശക്തി എനിക്ക് ഇല്ലായിരുന്നു. जबकि वहां एक होड़ एक प्रतिद्वंदिता शुरू हो चुकी थी. कोई भी हारना नहीं चाहता था. അപ്പോൾ ഒരു വലിയ മത്സരം ഈ ഖഡ്ബലിന്റെ നടക്കുകയാണ്. അപ്പോൾ ആരും ഒരു രണ്ട് ഗ്രൂപ്പുകാരും പരാജയപ്പെടാൻ ആഗ്രഹിക്കുക അല്ല വിജയിക്കാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് വളരെ ശക്തമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ऐसा खेल था जिसमें कोई पाली नहीं होती, कोई किसी का जोड़ीदार नहीं होता, हर कोई अपनी अकेली क्षमता से लड़ता है. അപ്പൊ ഈ കളി ഒരു ഗ്രൂപ്പായിട്ടല്ല കളിക്കുന്നത് അല്ലെങ്കിൽ ഒരു ജോഡിയായിട്ടല്ല, ഓരോരുത്തരും ആണ് കളിക്കുന്നത്. അപ്പൊ ഓരോരുത്തരും ഹർ കോയി അപ്നി അക്കേലി ക്ഷമതാസെ ലഡ്ക. അപ്പൊ ഓരോരുത്തരും തന്റെ കഴിവനുസരിച്ചാണ് കഴിവാണ് പ്രദർശിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് മറ്റൊരാളുടെ ആശ്രയിച്ച് നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കില്ല. ഇവിടെ ഭായി ഹി ഉസ് ഖേൽ മേ ഡൂബ് ഗയേ ഥി. അപ്പൊ എന്റെ ചേട്ടനും ആ കളിയുടെ രസത്തില് മുഴുകിയിരിക്കുകയാണ്.
वे कई बार पिछड़े रहे थे, इसलिए गुस्से और तनाव में और ज्यादा ताकत से ഖഡ്ബൽ फेंक रहे थे. അപ്പോ കളിയില് സ്വല്പം പുറകോട്ട് പോയായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ ദേഷ്യത്തോടെയും ടെൻഷനോടും കൂടി വളരെ ശക്തിയോടുകൂടി ഖഡ്ബല് ചേട്ടൻ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. വേ മുझे ഫൂലാ ചുക്കേ थे. ചേട്ടൻ എന്നെ മറന്നുപോയി. കളിയിൽ പൂർണ്ണമായും മുഴുകിയിരിക്കുന്നതുകൊണ്ട് എന്നെക്കുറിച്ച് ഉള്ള കാര്യം ഞാനിവിടെ ഇരിക്കുന്നു അല്ല എന്നെ ശ്രദ്ധിക്കുന്നില്ല, എന്നെ പൂർണ്ണമായും മറന്നുപോയി ചേട്ടൻ. ഓർ മേ അകേല ഛൂട്ട് ഗയാ ഥ. ഞാനിങ്ങനെ തനിച്ച് ആരും ശ്രദ്ധിക്കാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. 6 വർഷം പീച്ചെ. 6 വയസ്സ് കുറവാണ് എനിക്ക്, അതുകൊണ്ട് എന്നെ ആരും കൂട്ടുന്നില്ല, എന്നെ മുതിർന്ന അവരുടെ ഒപ്പമായി കണക്കാക്കുന്നില്ല, ചേട്ടനും ശ്രദ്ധിക്കുന്നില്ല. उस दिन उस खेल में शामिल होने के लिए मुझे 6 वर्ष की दूरी पार करनी पड़ती थी. അപ്പോൾ എനിക്ക് ഈ കളിയിൽ പങ്കെടുക്കണമെങ്കിൽ 6 വർഷത്തെ ഒരു ദൂരമുണ്ട്. ആ ദൂരം കടന്നാലേ എനിക്ക് സാധിക്കുള്ളൂ എന്ന് തോന്നുകയാണ്. ജോ മേ നഹി കർ സക്താ ഥ. അതെനിക്ക് ഒരിക്കലും സാധിക്കില്ലാത്ത ഒരു കാര്യവുമാണ്. भाई जीतने लगे थे, उनका चेहरा खुशी और उत्तेजना में दहक रहा था. അപ്പൊ അങ്ങനെ ചേട്ടൻ ആവേശത്തോടെ കളിച്ച് വിജയം ആയത്തോടെ അടുക്കുകയാണ്. അപ്പോൾ ചേട്ടന് വളരെ ആവേശം. उन्होंने एक बार भी मेरी ओर नहीं देखा, वे मुझे पूरी तरह भूल चुके थे. ഞാൻ പൂർണ്ണമായും ചേട്ടനെ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്, എന്നെ എന്ന് നോക്കുന്നുണ്ടോ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഒരിക്കലും പോലും ചേട്ടൻ എന്റെ നേരെ നോക്കുന്നില്ല, പൂർണ്ണമായും കളിയിൽ മുഴുകിയിരിക്കുകയാണ്. मुझे पहली बार लगा कि मैं वहां कहीं नहीं हूं. എനിക്ക് തോന്നുകയാണ് ഞാൻ ഇവിടെയൊന്നും ഇല്ലാത്ത ഒരാളായിട്ട് തോന്നുകയാണ്, അതായത് തീർത്തും അവഗണിക്കപ്പെട്ടു എന്ന ഒരു തോന്നൽ. मुझे रोना आ रहा था और भाई के प्रति मेरे भीतर एक बहुत जबरदस्त प्रतिकार पैदा हो रहा था. അപ്പോൾ ഞാൻ എന്റെ മനസ്സിൽ ഇങ്ങനെ കരച്ചിൽ വരികയാണ്. അതോടൊപ്പം തന്നെ എന്റെ ഉള്ളില് ഒരു ചേട്ടനോടൊരു പ്രതികാര മനോഭാവം എന്റെ മനസ്സിൽ ഉയർന്നു വരികയാണ്. मैं अपने खडबल को अकेला अलग खड़ा हुआ एक पत्थर पर छटक रहा था. ഞാൻ എന്റെ കയ്യിലുള്ള ആ ഖഡ്ബല് വടി ഒരു പാറക്കല്ലിൽ ഇങ്ങനെ അടിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. मैं ईर्ष्या, आत्महीनता, उपेक्षा और नगण्यता की आंच में झुलस रहा था. എന്റെ മനസ്സ് ഈർഷ്യ, അസൂയ കൊണ്ടും ആത്മഹീനത അല്ലെങ്കിൽ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് കൊണ്ടും അതുപോലെ അവഗണന കൊണ്ടും അതുപോലെ നഗണ്യത, സ്വയം ചെറുതാണെന്നുള്ള ഒരു തോന്നൽ, ഇങ്ങനെയുള്ള ഈ തോന്നലുകളാൽ ചുലസ്രഹ്യത്തെ ഞാനിങ്ങനെ നീറിക്കൊണ്ടിരിക്കുകയാണ് എന്റെ മനസ്സ്. तभी अचानक मेरा खडबल चट्टान से टकराकर उछला और सीधे मेरे माथे पर आकर लगा. അപ്പൊ ഇങ്ങനെ ഈ കാല് കല്ലിലിട്ട് അടിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് കല്ലിൽ നിന്ന് തട്ടി നേരെ എന്റെ നെറ്റിയിൽ വന്ന് ഈ കോല് കൊണ്ടു. മാതാ ഫൂട്ട് ഗയ ഓർ ഖൂൻ ബഹനെ ലഗ. എന്റെ നെറ്റി പൊട്ടി ചോര ഒഴുകാനായിട്ട് തുടങ്ങി. मैं चीखा तो भाई मेरी ओर दौड़े, खेल बीच में ही रुक गया. അപ്പൊ നിന്റെ കരച്ചിൽ കേട്ടപ്പോഴത്തേനും ചേട്ടൻ ഓടി വന്നു. അപ്പോഴത്തേക്കും കളിയെല്ലാം നിർത്തി. ക്യാ ഹുവാ ഭായി ഖബറാ ഗയേ. എന്നാ പറ്റി എന്ന് ചോദിച്ചുകൊണ്ട് വളരെ ഭയപ്പെട്ടുകൊണ്ട് ചേട്ടൻ എന്റെ അടുത്ത് ഓടി വന്നു. और मेरे माथे को अपनी हथेली से दबा रहे थे. അപ്പൊ എന്റെ നെറ്റി അദ്ദേഹം കൈകൊണ്ട് ഇങ്ങനെ അമർത്തി പിടിച്ചു. മേരാ ഗുസ്സ മിട്ടാ നഹീ ഥ. അപ്പോഴും എന്റെ മനസ്സിലുള്ള ചേട്ടനോടുള്ള ദേഷ്യം അടങ്ങിയിരുന്നില്ല. मैं भाई को अपनी उपेक्षा का दंड देना चाहता था. എന്നെ അവഗണിച്ചതിനുള്ള ശിക്ഷ ചേട്ടന് കൊടുക്കണമെന്ന് ഞാൻ മനസ്സിൽ തീരുമാനിച്ചു. मैंने भाई को छड़क दिया और वो खुद को छुड़ाकर घर की ओर भागा. ഞാൻ ചേട്ടനെ ഉന്തി മാറ്റി ഞാൻ സ്വന്തമായിട്ട് എല്ലാരെയും മാറ്റി പെട്ടെന്ന് വീട്ടിലേക്ക് ഓടി. और भाई डर गए थे कि दौड़कर मुझे मनाना चाहते थे. ഇത് കണ്ടപ്പോ ചേട്ടനും പേടിച്ചു. എന്നെ ഓടുന്നതിന് വിലക്കാനായിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. लेकिन उनका दायां पैर पोलियो का शिकार थे, इसलिए वे मेरे साथ दौड़ नहीं सकते थे. അപ്പൊ ഞാൻ വളരെ സ്പീഡിൽ ഓടിയപ്പോൾ ചേട്ടന്റെ ഒരു കാലിന്റെ പോളിയോ ആണ്. അപ്പൊ അതുകൊണ്ട് എന്നെ ഒപ്പം ഓടിയെത്താൻ ചേട്ടന് സാധിക്കുമായിരുന്നില്ല.
उन्होंने लंगड़ा कर दौड़ने की कोशिश भी की, लेकिन वे गिर गई. അദ്ദേഹം ചട്ടി എന്റെ പുറകെ ഒപ്പം ഓടി വരാനായിട്ട് പരിശ്രമിച്ചുവെങ്കിലും അദ്ദേഹം വീണുപോയി. मेरी कमीज खून से भीग गई थी. എന്റെ ഷർട്ടെല്ലാം രക്തം കൊണ്ട് നനഞ്ഞിരുന്നു. सिर के बाल खून से लिथड़ गए थे. എന്റെ മുടിയൊക്കെ രക്തത്താൽ കുളിച്ചിരുന്നു. माँ मुझे देखकर डर गई और रोने लगी. അമ്മ എന്നെ കണ്ടപ്പോഴത്തേക്കും കരയാൻ തുടങ്ങി. पिताजी घबराते हुए घाव पर पाउडर डालने लगे. പിതാവ് പേടിച്ച് അല്ലെങ്കിൽ ഭയപ്പെട്ട് ഈ മുറിവ് കണ്ട ആ മുറിവില് പെട്ടെന്ന് പൗഡർ ഇടുകയാണ്. मैंने रोते हुए माँ को बताया कि मुझे भाई ने खड्बल से मारा है. ഞാൻ കരഞ്ഞുകൊണ്ട് അമ്മയോട് പറഞ്ഞു, ഈ ഖഡ്ബൽ ഉപയോഗിച്ച് ചേട്ടൻ എന്നെ അടിച്ചതാണ് അല്ലെങ്കിൽ എറിഞ്ഞതാണ് എന്ന് പറഞ്ഞു. तभी मैंने देखा कि भाई लंगड़ाते हुए चले आ रहे थे अकेले. ഞാൻ നോക്കിയപ്പോൾ ചട്ടി ചേട്ടൻ ഓടി വരികയാണ്. उनको आशंका हो गई होगी, वे डरे हुए रहे होंगे. ഞാനിങ്ങനെ ഓടിയത് കണ്ടപ്പോൾ വളരെ ആശങ്കയും വിഷമവും ഭയവും ഒക്കെയായി അദ്ദേഹവും ചേട്ടനും ഒപ്പം വന്നിരിക്കുകയാണ്. भाई बार बार कहते रहे कि मैंने इसे नहीं मारा. അപ്പോൾ ഞാൻ പറഞ്ഞത് കേട്ട് ചേട്ടൻ പറഞ്ഞു, ഞാനല്ല, ഇത് വീണ്ടും പല പ്രാവശ്യം പറഞ്ഞു, ഞാനല്ല അവനെ അടിച്ചത് അല്ലെങ്കിൽ എറിഞ്ഞത് എന്ന് പറഞ്ഞു. ലേക്കിൻ പിതാജി ഉന്നെ പീട്ടേ ജാ രഹേ थे. പക്ഷേ പിതാജി അതൊന്നും കേൾക്കാതെ ചേട്ടനെ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. भाई रो रहे थे, वे सच बोल रहे थे, लेकिन उन्हें सजा मिल रही थी. സഹോദരൻ അല്ലെ ചേട്ടൻ കരയുകയാണ് അടികൊണ്ട്. ഞാനല്ല എന്ന് പലപ്പോഴും പറയുന്നുണ്ട്. പക്ഷേ സത്യമാണ് ചേട്ടൻ പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിന് ശിക്ഷ ലഭിച്ചുകൊണ്ടേയിരുന്നു അച്ഛനിൽ നിന്നും. मैंने भाई का चेहरा देखा, वे मेरी ओर देख रहे थे. ഞാൻ ചേട്ടന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ചേട്ടൻ എന്റെ നേരെ നോക്കുകയാണ്. उनकी आंखें लाल थी और उनमें करुणा और कादरता थी. അദ്ദേഹത്തിന്റെ കണ്ണുകളൊക്കെ ചുവന്ന ഇരിക്കുകയാണ്. ആ കണ്ണുകളിൽ ഒരു കാരുണ്യ മനോഭാവം, അതിൽ എന്നിൽ നിന്നൊരു കാരുണ്യം പ്രതീക്ഷിക്കുന്ന ആ കണ്ണുകൾ. ജैसे मुझसे याचना कर रहे कि मैं सच बोल दूं. ആ കണ്ണുകൾ എന്നോട് പറയുന്നത് ഇതായിരുന്നു, നീ സത്യം പറയൂ എന്നാണ്. പിതാവിനോടും മാതാവിനോടും യഥാർത്ഥ സത്യം പറയും എന്ന് പറയാനായിട്ട് എന്റെ കണ്ണുകൾ പറയുന്നതായിട്ട് എനിക്ക് തോന്നി. ലേക്കിൻ തബ് തക് ദേർ ഹോ ചുക്കി തീ, ഉന്നെ സജാ മിൽ ചുക്കി തീ. പക്ഷേ സമയം കടന്നുപോയി, അദ്ദേഹത്തിന് കിട്ടേണ്ട ശിക്ഷയെല്ലാം അടിയെല്ലാം കിട്ടിക്കഴിഞ്ഞു. फिर इतनी जल्द बात को बिल्कुल बदलना मुझे संभव नहीं लग रहा था. പിന്നെ പെട്ടെന്ന് ചേട്ടനാണ് അറിഞ്ഞതെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി അത് പെട്ടെന്ന് മാറ്റി പറയുക എന്നുള്ളത് എനിക്ക് സാധിക്കുന്ന ഒരു കാര്യമായിരുന്നില്ല. ക്യാ പതാ പിതാജി ഫിർ മുझे ही मारने लगे. ഇനി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിതാജി പിന്നെ എനിക്കിട്ട് വടി തന്നാലോ എന്നൊരു ഭയം എന്റെ മനസ്സിലുണ്ടായി. മേ ഡർ രഹാ ഥാ. അപ്പൊ അത് പേടിച്ച് ഞാൻ സത്യം പറഞ്ഞില്ല, അല്ലെങ്കിൽ എന്റെ കള്ളത്തരത്തിൽ ഞാൻ ഉറച്ചു നിന്നു എന്നുള്ളതാണ്. ഈ ഘടന വർഷവും പുരാനി. ഈ സംഭവം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവമാണ്. ലേക്കിൻ ഭായി കി വേ കാദർ ആംഖേ അബ് ഭി മുझे കഭി കഭി ഘുർനെ ലഗ്തി ഹെ. അപ്പോ ആ ചേട്ടന്റെ ആ അടി കൊണ്ടപ്പോഴുള്ള ആ കണ്ണ്, എന്റെ നേരെ നോക്കിയ ആ കണ്ണുകള് ഇപ്പോഴും എന്നെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. യാചന കർത്തി ഹുയി സച്ച് ബോൾനെ കി ഫീഗ് മാങ്തി ഹുയി. എന്നോട് ഇങ്ങനെ യാചിക്കുന്നത് പോലെ, സത്യം പറയൂ എന്ന് എന്നോട് യാചിക്കുന്നത് പോലെ ഉള്ള ആ കണ്ണുകൾ എന്നെ വേട്ടയാടുകയാണ്. മേരി സ്മൃതി മേ ജബ് ഭി വേ ആംഖേं जाग उठती है, मेरी पूरी चेतना ग्लानि बेचैनी और अपराध बोध से भर उठती. അപ്പോൾ എന്റെ ഓർമ്മയിലെല്ലാം ഈ സംഭവം വരുമ്പോഴൊക്കെ എന്റെ മനസ്സും മുഴുവനും എന്താണ്, വിഷമവും ടെൻഷനും അപരാധബോധവും കൊണ്ട് എന്റെ മനസ്സ് നിറയുമായിരുന്നു ഈ ഓർമ്മകൾ എന്റെ മനസ്സിലേക്ക് വരുമ്പോൾ. मैं अपने इस अपराध के लिए क्षमा मांगना चाहता हूं. ഞാൻ ചെയ്ത ഈ അപരാധത്തിന് ക്ഷമ ചോദിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. इस अपराध की सजा पाना चाहता हूं.
ഈ അപരാധത്തിന്റെ ശിക്ഷ ഏറ്റുവാങ്ങാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ലേക്കിൻ അബ് തോ മാ ഓർ പിതാജി ഭി നഹി ഹെ. പക്ഷെ ഇപ്പോൾ പിതാവും മാതാവും ഒന്നും ജീവിച്ചിരിപ്പില്ല. ജിൻസെ മേ യഹ് ബതാവൂ കി ഉസ് ദിൻ ഠീക് ഠീക് ക്യാ ഹുവ. അവരോട് എന്താണെന്ന് യഥാർത്ഥത്തിൽ നടന്നതെന്ന് പറയാനായിട്ട്, അല്ലെ ഞാൻ പറയുന്നത് കേൾക്കാനായിട്ട് ഇന്ന് അവർ ജീവിച്ചിരിപ്പില്ല. ഭായി ഹി മുझे ക്ഷമാ കർ സക്തേ. ഇനി എനിക്ക് ക്ഷമ നൽകാൻ സാധിക്കുന്ന ഒരേ ഒരാൾ എന്റെ ചേട്ടൻ തന്നെയാണ്. ജിനെ മേരെ ഛൂട്ട് കാ ദണ്ഡ് ഭോഗന പട. എന്റെ കള്ളത്തരത്തിന് ശിക്ഷ അനുഭവിക്കേണ്ടി വന്നത് എന്റെ ചേട്ടനാണ്. ഉൻസെ മേനെ ഇസ് ഘടനാ കാ ജിക്ർ ഭി കർനാ ചാഹ. ഞാൻ ഈ നടന്ന സംഭവം വിവരിക്കാനായിട്ട് ചേട്ടനോട് വിവരിച്ചു കൊടുക്കാനായിട്ട് ഞാൻ ആഗ്രഹിച്ചു. ലേക്കിൻ ഉനേ വഹ് ഘടന യാദ് ഹി നഹി. വേ ഇസെ ബിൽക്കുൽ പൂരി തരഹ് ഭൂൽ ചുക്കെ थे. പക്ഷേ ഇതെന്റെ മനസ്സിൽ കിടക്കുന്ന ഒരു ഓർമ്മയാണെങ്കിലും ചേട്ടനെ സംബന്ധിച്ചിടത്തോളം ഞാനിത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് പോലും അദ്ദേഹം ഓർമ്മയില്ല. അദ്ദേഹം പൂർണ്ണമായി ഈ സംഭവമെല്ലാം മറന്നിരിക്കുകയാണ്. तो इस अपराध के लिए मुझे क्षमा कौन कर सकता है. അപ്പോൾ എന്റെ ഈ അപരാധത്തിന് ക്ഷമ ആരൊക്കാണ് നൽകാനായിട്ട് സാധിക്കുക? क्या यह ऐसा अपराध नहीं है जिसके बारे में लिया गया जो निर्णय था वह गलत और अन्यायपूर्ण था. അപ്പോൾ ഞാനെടുത്ത തീരുമാനം അത് പൂർണ്ണമായും തെറ്റും അതുപോലെ അന്യായവുമായിരുന്നു. ലേക്കിൻ ജിസെ അബ് ബദലാ നഹി ജാ സക്ത. പക്ഷെ എനിക്കത് ഒരിക്കലും ഇനി തിരുത്താൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരിക്കുന്നു. और क्या यह ऐसा अपराध नहीं है जिसे कभी भी क्षमा नहीं किया जा सकता. അതോ ഞാൻ ചെയ്ത ഈ അപരാധം ഒരിക്കലും ക്ഷമിക്കാൻ സാധിക്കാത്ത ഒരു അപരാധമാണ് ഞാൻ ചെയ്തത്. ക്യോങ്കി ഇസ്സെ മുക്തി അബ് അസംഭവ ഹോ ചുക്കി. അതായത് എനിക്ക് ക്ഷമ തരേണ്ട ചേട്ടനത് ഓർമ്മയില്ല, പിന്നെ എങ്ങനെ അദ്ദേഹത്തിന് ക്ഷമ തരാൻ സാധിക്കും? അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇനി ഇതിൽ നിന്നൊരു മുക്തിയില്ലേ, അത് അസംഭവ്യമാണ്, അത് ഒരിക്കലും സാധിക്കാത്ത ഒരു കാര്യമാണ് എന്നാണ്. അപ്പോൾ ഈ കഹാനി ഒരു മനോഹരമായ ഒരു കഥ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ചിലപ്പോൾ അറിഞ്ഞോ അറിയാതെയൊക്കെ പല സംഭവങ്ങളും ഇതുപോലെയുള്ള അപരാധങ്ങളുടെ നമ്മുടെ ഭാഗത്തു നിന്നും തെറ്റുകൾ ഉണ്ടാകാം. നമുക്ക് തെറ്റാണെന്ന് അറിയാമെങ്കിലും നമുക്ക് വെളിപ്പെടുത്താൻ പറ്റാത്ത അവസ്ഥ. അപ്പൊ അത് നമ്മൾ ഇങ്ങനെയുള്ള തെറ്റുകൾ എപ്പോഴും നമ്മളെപ്പോഴും പഠിക്കുന്ന സത്യം മാത്രം ചെയ്യുക, സത്യം പറയണം എന്നൊക്കെ നമ്മൾ ചെറുപ്പം തൊട്ട് തന്നെ പഠിക്കുന്നതാണ്. അപ്പൊ അതിന്റെ ഒരു പരിണിത ഫലം എന്നുള്ളതാണ് നമ്മൾ താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടി നമ്മൾ കള്ളത്തരങ്ങളും അന്യായങ്ങളും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിലുടനീളം നമ്മളെ അത് വേട്ടയാടിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. അതേസമയം ചേട്ടന്റെ കാര്യം നമ്മൾ നോക്കി, ചേട്ടൻ ആ കാര്യം മറന്നുപോയി. അതാണ് സത്യസന്ധരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അത്തരം കാര്യങ്ങളും ചിന്തകളൊന്നും അവരെ അലട്ടുകയില്ല. അപ്പോൾ അതുകൊണ്ട് അവരത് മറന്നു, അതേപ്പറ്റി പിന്നെ ചിന്തിക്കുന്നില്ല. ആ ഓർമ്മകൾ നമ്മൾ തെറ്റായ മറ്റാരും അറിയുന്നില്ല എന്ന് നമ്മൾ ചിന്തിച്ചാൽ പോലും അറിയാതെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സാക്ഷി നമ്മളെ എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വളരെ സത്യസന്ധതയോടുകൂടി മറ്റുള്ളവരെ കൊണ്ട് നല്ലത് പ്രയപ്പിക്കുക എന്നുള്ളതല്ല, മറിച്ച് നമ്മളെ കൊണ്ട് തന്നെ ഒരു റെസ്പെക്റ്റും ബഹുമാനവും ഒക്കെ ആദ്യം നമ്മളോട് തന്നെയാണ് നമ്മൾ തോന്നത്തക്ക രീതിയിലുള്ള പ്രവർത്തനമാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ ലോകം മുഴുവൻ നമ്മളെ എതിർത്താലും നമുക്ക് സങ്കടമുണ്ടാവില്ല, നമുക്ക് വളരെ തലയുയർത്തിപ്പിടിച്ച് നിൽക്കാനായിട്ട് സാധിക്കും. അതേസമയം ലോകത്തെ മുഴുവൻ വഞ്ചിച്ച് നമ്മൾ ഇരുന്നാലും നമ്മളെ തന്നെ വഞ്ചിക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. അപ്പം അതുകൊണ്ട് ജീവിതത്തിലെ എല്ലാ തരത്തിലുള്ള കള്ളത്തരങ്ങളും അസത്യമായിട്ടുള്ള കാര്യങ്ങളും അന്യായങ്ങളും ഒക്കെ നമ്മൾ ഇല്ലാതെ മുന്നോട്ട് പോയാൽ നമുക്ക് നമ്മുടെ ജീവിതം നമുക്ക് വളരെ സന്തോഷകരമായി മുന്നോട്ട് പോകാൻ സാധിക്കും. അന്യായത്തിലൂടെയും കള്ളത്തരത്തിലൂടെയും എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ നേട്ടങ്ങൾക്ക് നമ്മൾ ശ്രമിച്ചാൽ അത് പിന്നീടുള്ള ജീവിതത്തിൽ അത് നമ്മളെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കും. അത് നമ്മുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന ഒന്നായിരിക്കും താൽക്കാലിക നേട്ടങ്ങൾ എന്ന് പറയും. അപ്പം അതുകൊണ്ട് നമ്മുടെ മുന്നോട്ടുള്ള മാർഗം ശുദ്ധമായ മാർഗത്തിലൂടെ വേണം നമ്മൾ മുന്നോട്ട്. ലക്ഷ്യം മാത്രം നന്നായ പോരാ, മാർഗവും കൂടെ ശുദ്ധമായിരിക്കണം എന്നുള്ളതാണ്. അതാണ് എൻ്റെ ഒരു സന്ദേശമായിട്ട് നമുക്ക് കരുതുന്നു. താങ്ക് യു.